ആ അല്ല അത് പ്രശ്നമില്ല. അതെ മറ്റേ 65 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് നാളെ ഏതാണ്ടൊരു ധാരണയാവും. ആ ആ ആ ഞാൻ വിളിച്ചോളാം. ആ മറ്റേ 65 ലക്ഷം നടക്കുമല്ലോ. ശരി 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 ഓക്കെ. അവിടെ നിങ്ങളാ? അതെ സുഹൃത്തെ, നിങ്ങളിപ്പോഴത്തെ നിലവിലെ മെമ്പർ, ഞാനൊരു എക്സ് മെമ്പർ, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ ആവാം. ഈ ഇടയപോടെ എന്നുള്ള വിളിയൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. നീ കുറേ ദിവസം കൊണ്ട് പറയണല്ലോ അളിയാ, നീ ഇവിടുത്തെ എക്സ് മെമ്പർന്ന്. നീ എപ്പോഴാണ് മെമ്പർ ആയത്? ഞാൻ മെമ്പർ ആയിരുന്നപ്പോൾ താങ്കൾ ജനിച്ചിട്ടില്ല. ആ ഓ അങ്ങനെ, ആ അത് മനസ്സിലായി. നീ ആ സുരേന്ദ്രൻ മുതലാളി പൈസ വല്ലതും കൊടുക്കാണ്ട? സുരേന്ദ്രൻ മുതലാളി? ഏത് സുരേന്ദ്രൻ മുതലാളി? നിനക്ക് എത്ര സുരേന്ദ്രൻ മുതലാളി അറിയാം ഇവിടെ? പറ. എനിക്ക് സുരേന്ദ്രൻ മുതലാളി ഒന്നും അത്ര വലിയ പരിചയമില്ല. ഇല്ല, പൈസ വാങ്ങിച്ചപ്പോഴൊന്നും അറിഞ്ഞൂടാ. ആ സുരേന്ദ്രൻ, ഞാൻ അയാളെ മുതലാളി ഒന്നും വിളിക്കാറില്ല, സുരേന്ദ്രൻ. അത് പറ. ഇവിടെ ഞാനും സുരേന്ദ്രനുമായിട്ട് പല കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കുറെ വർഷമായിട്ടുള്ളതല്ലേ. എന്താ ഇപ്പോ? എന്നിട്ട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പിന്നെ വാങ്ങല് മാത്രമേ ഉള്ളെന്നല്ലേ പറഞ്ഞു, കൊടുക്കലൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അയാള് ഭയങ്കര തമാശക്കാരനാ. ഈയിടെയായിട്ട് തമാശയുടെ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യം, ഈ ഇടയ്ക്ക് ഭയങ്കര തമാശയാണ്. ഇന്നലെ ഒരു തമാശ നടന്നു, ഭയങ്കര തമാശ. ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാണ് ഞാൻ അവിടെ പോയപ്പോഴേ, ആ കള്ള തെണ്ടി ക്ലീറ്റോ അവിടെ ഉണ്ടായിരുന്നു. കുറെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നില്ലാന്ന്. ഭയങ്കര തമാശ. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു. അതെ, ആ പിന്നെ അത് അത്ര വലിയ ചിരിക്കാനുള്ള തമാശയൊന്നുമല്ല അത്. പിന്നെ ഞാനും അയാളുമായിട്ട് പൈസ വാങ്ങിക്കാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ഇയാൾ അത് അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നിനക്ക് അത്രയ്ക്കും വിഷമാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ആ പൈസ കൊടുത്തോ. അതാണ് അത്രേ ഉള്ളൂ. അതാണ്. പിന്നെ നീ കണ്ടിടത്തൊക്കെ തെണ്ടി നടന്ന് പൈസ വാങ്ങിക്കും, ഞാൻ തിരിച്ചു കൊടുക്കണം. ഡേയ്, ഞാൻ പലരെയും നിന്നും കാശ് വാങ്ങിക്കും. അംബാനിയുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, വിജയ് മല്യയുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ പല പ്രമുഖരെയും നിന്ന് വാങ്ങിക്കും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. നീ അംബാനി വിജയ് മല്യ മാത്രമേ, നീ ബിൽഗേറ്റ്സിന്റെ വരെ വാങ്ങിക്കും. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. ആൾക്കാരെ പറ്റിച്ച് വാങ്ങിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെന്നുള്ള കാര്യം എനിക്കുണ്ട്. അതിൽ അസൂയപ്പെട്ടൊരു കാര്യമല്ല. ഞാൻ വാങ്ങിക്കാൻ കൊടുക്കും, ചിലപ്പോൾ കൊടുത്തില്ല എന്നിരിക്കും. ഇത്രയും തടി കിടക്കണ, ഈ ചണ്ണ ചവി കിടക്കണ, എന്തെങ്കിലും ജോലിക്ക് പോടാ. ജോലിക്ക് പോയി കടം വാങ്ങിച്ച പൈസ കൊടുക്കാൻ നോക്കടാ. എന്നെ പോലൊരു പ്രമുഖൻ പല പരിപാടികളും ചെയ്തെന്നിരിക്കും. അതൊന്ന് ഓർത്ത് നിന്നെ പോലൊരു തുക്കട വിഷമിച്ചിട്ട് കാര്യമല്ല കേട്ടാ. പിന്നെ നിലനില്ലേ, വേറൊരു വലിയ തമാശ കൂടെ അങ്ങനെ ഇന്നലെ പറഞ്ഞു. എന്തരാണാവോ? ആ കൊടുക്കാനുള്ള പൈസ കൊടുത്തില്ലെങ്കിൽ നിന്റെ അളിയൻ കനകനെ വിളിച്ച് പറയും അയാൾ കൂടും കൊടുക്കാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമെന്ന്. എനിക്ക് കേട്ടപ്പോൾ അത് കേട്ടപ്പോഴും വലിയ തമാശയായിട്ട് തോന്നി. അമ്പളിക്കുട്ടാ, സത്യത്തില് അളിയനോട് പറയുന്നു പറഞ്ഞു. പിന്നെ അല്ലാതെ പൈസ വാങ്ങിച്ചാ കൊടുക്കണ്ടേടാ. അതിപ്പോ എന്താണെന്നറിയാമോ, ഇങ്ങനെയുള്ള നിസ്സാര ഇടപാടിന് വെറുതെ അളിയനൊക്കെ പിടിച്ചിട്ടിട്ട് അത് കുടുംബത്തിലെല്ലാവരെയും അറിയിച്ചാൽ അത് നാറ്റക്കേസാക്കേണ്ട കാര്യമാണ്. ഞാനിത്തിന് നിസ്സാര പൈസ മേടിച്ചിട്ടുണ്ട്, അത് എന്നോട് ചോദിച്ചാൽ ഞാനങ്ങ് കൊടുക്കൂലേ? ഞാൻ നിസ്സാര പൈസ അങ്ങ് കൊടുത്താൽ പോരെ? എന്തിനാണ് ഇങ്ങോട്ട് ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്നത്? അതാണ് അയാൾ എന്നോട് വന്ന് ചോദിക്കണ്ടേ, കാശ് തന്നൂടെ എന്ന്. ഞാൻ അപ്പൊ കൊടുക്കൂലേ? നിന്നെ നോക്കി അങ്ങനെ എവിടെയൊക്കെ നടന്നെന്നറിയാമോ? ഒരുടെ കിട്ടിയെന്നല്ലേ പറയണത്. അമ്പളിക്കുട്ട, ഞാനൊരു പ്രമുഖൻ, തിരക്കുള്ള ആള്, പല പല പരിപാടിയായിട്ട് രാവിലെ ഇറങ്ങുന്നു, വൈകിട്ട് വരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ചില അങ്ങനെ വൈകിപ്പോവും. അപ്പൊ അതിപ്പോ ഞാൻ കൊടുക്കും. അതിന് ഈ അളിയനെയൊക്കെ വിളിച്ച് പറയുമെന്ന് പറയണത് അത് മോശമായി പോയി കേട്ടോ. ഈ ഫോൺ അങ്ങനെ വിളിക്കും മാത്രം എന്തേ വർക്ക് ആവാത്തത്? ഏത് ഇത് നിന്റെ ഫോണ്? ഫോണ് ഈയിടെയായിട്ട് ഇച്ചിരി കുഴപ്പമുണ്ട്, അതൊന്ന് ഞാൻ മാറ്റണമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. പൈസ വിളിക്കാൻ കൊടുക്കാനുള്ളവർ വിളിക്കുമ്പോൾ മാത്രം പ്രോബ്ലമാണ്? ഇല്ല, അത് അങ്ങനെയല്ല. അത് ചില സമയത്ത് നമ്മൾ വിളിച്ചാലും അത് കിട്ടാറില്ല. അപ്പോൾ അതെ. അല്ല നില്ലേ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, നീ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു 65 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് എന്നൊക്കെ പറയാനായിട്ട് അതെന്തോന്നു? അതെ, നാളത്തെ കാരുണ്യ ലോട്ടറിയുടെ ഒരു ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നറുക്കെടുപ്പ് നാളെയാണേ. അടിക്കണമെങ്കിലോ 65 ലക്ഷം. പോടാ പോടാ പോടാ. എന്തായി കഷ്ടം. ഹലോ അമ്മേ. ഓ, അടുക്കളയിലായിരുന്നു, പണിയാ. അവള് പുറത്ത് എവിടെയോ കളിക്കുന്നുണ്ട്. ക്ലീറ്റോ രാവിലെ ഇറങ്ങി പാർട്ടിന്ന് പറഞ്ഞ് പോവുമല്ലോ. എന്തോ? ഇല്ലമ്മേ, പണി ഇനി അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ, തൊഴിലുറപ്പിൻ്റെ. തയ്ക്കാനുണ്ട്. എന്തേ ജമന്തിയൊക്കെ ഇവിടെ? അവിടെ കുഴപ്പമൊന്നുമില്ല, അമ്പിളിച്ചേട്ടൻ കുഴപ്പമില്ല. ആ പെണ്ണൊരു സൈസ് പെണ്ണാ. വർത്താനം ഇല്ല, ഒന്നുമില്ല. ക്ലീറ്റോന് കണ്ണിനെടുത്താ കണ്ടൂടാ. അമ്മേ, അയ്യോ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അതെ, മറ്റേ ചിട്ടിയില്ലേ, നമ്മളന്ന് 50,000 കൂടിയില്ലേ, അത് കിട്ടിട്ടോ. പൈസ കിട്ടി. പൈസ മിനിഞ്ഞാന്ന് കൊണ്ട് തന്നു.
ആ ഇല്ല, ബാങ്കിലോട്ടൊന്നും ഇട്ടില്ല. ഞാൻ അത് മറ്റേ അമ്മ അന്ന് മേടിച്ചു തന്നില്ലേ ഒരു മഞ്ഞ സാരി, അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏയ് സാരിയിലോട്ടൊന്നും നോക്കൂലല്ലോ. ഇല്ല, ആ ബാങ്കിലുള്ള അത് തീർക്കാമെന്ന് വിചാരിച്ചാ. ശരി ശരി. എന്നാ അവനോട് കൂടി പറഞ്ഞേക്കിട്ടാ, പൈസ കിട്ടിയെന്നുള്ളത് പറഞ്ഞേക്കിട്ടാ. അമ്മ ഞാൻ വിളിക്കാമേ, ഞാനേ അടുക്കളയിൽ. അളിയനല്ലേ? എന്തായി പോയിട്ട് വേഗം പോന്നേ? ഒന്നുമില്ല, ചോറെടുക്കട്ടെ ക്ലീറ്റ? വേണ്ട. വേണ്ടേ? ചോറെടുക്കട്ടെ? ചോറ് വേണം. അവന് വേണ്ടാന്ന് പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും. അന്തക്കേടായിട്ട് നിങ്ങളെന്താ ക്ലീറ്റോ? ഡാഡി എവിടെ? ഡാഡി ഞാനേ അത് വെട്ടിവിൽക്കാൻ പറ്റൂല, നമ്മുടെ അല്ല. മാവേ, മാവ് നമ്മുടെ അല്ലാന്ന് പറയുന്നു. മാവ് എന്തീ ഇവിടെ ചോറെടുത്ത് വെച്ചേക്കണ? അവിടെ ചോറ് കഴിച്ചില്ല, കഴിക്കാം. സത്യത്തിൽ എന്താ പറ്റിയ? ഞാനേ ഇന്നലെ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് ചോറ്. അതല്ലടി, കോമളന് ഇന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് കണ്ടപ്പോ. കോമളൻ ജീവിച്ചിരിപ്പുണ്ടോ? കോമളനുണ്ട്. അവന് കുറെ തിരക്കായിട്ട് കിടന്ന്. ഇന്നലെ അവനൊരു സിനിമ കണ്ടിട്ട് കഥ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാകെ ഇങ്ങനെ ആ സിനിമ ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. ഒരു പ്രത്യേകത ഉണ്ട് ആ സിനിമയ്ക്ക്. എന്താ പ്രത്യേകത? ആ സിനിമ നമ്മുടെ ആ കഥയായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ. അതായത് പിന്നെ സാമൂഹിക പ്രവർത്തകനായ ഒരു ഭർത്താവ്, പിന്നെ ഈ നിന്നെപ്പോലെ തയ്യൽ ഇതുമായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യ. അങ്ങനത്തെ സിനിമ എങ്ങനെ കാണാൻ തോന്നുന്നു? നമ്മുടെ ജീവിതം തന്നെയല്ലേ. പക്ഷെ അതല്ല, അത് ഈ അപ്രവാളികളിലൂടെ വരുമ്പോൾ അതൊന്ന് കാണേണ്ടത് ഒരു ഇത് തന്നെയാണ്. പക്ഷെ അതെന്താ അറിയാമോ, ഭയങ്കര പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങ് ഫീൽ ചെയ്ത്. കാരണം ആ ഭർത്താവിൻ്റെ യാതനകളും ഭാര്യയുടെ വേദനകളും. വെള്ളരി വള്ളികൾ തീർത്തപ്പോൾ പുതിയ സിനിമ ഉണ്ട്. തീർക്കണതൊക്കെ ഒന്നും തന്നെയല്ല. കാണാൻ നമ്മൾ പോകും. ഒരു സിനിമ എത്ര നാളായി തുടങ്ങി. ഓരോ പെണ്ണുങ്ങൾ സിനിമ എന്ന് പറഞ്ഞാൽ ചാടി വീഴാൻ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് തങ്ക, നീ ഇത്ര നാൾ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഓടിച്ചാടി പറഞ്ഞാണല്ലോ. ഇപ്പൊ നിനക്കെന്താണ് സിനിമയ്ക്ക് കുഴപ്പം? എന്റെ കയ്യിൽ കാശില്ല. അത് പറ, അതാണ് പ്രശ്നമെങ്കിൽ മോളെ. എന്റെ ടിക്കറ്റ് ഫ്രീയാ. എവിടെ ഫ്രീ? എനിക്കവിടെ ഫ്രീയാ. അപ്പൊ ഞങ്ങൾക്കോ? നിങ്ങൾക്ക് പിന്നെ 2 ടിക്കറ്റ് എടുക്കണം. അത് ഞാൻ ക്യൂവിൽ നിന്ന് എടുത്തു തരുമല്ലോ. പൈസ ഞാൻ കൊടുക്കും. എവിടുന്ന്? അതൊക്കെ എടുക്കാം. നീ പിന്നെ അതെ, നാളെ നമ്മള് സിനിമയ്ക്ക് പോകുന്നു. ഭക്ഷണം പുറത്തുനിന്ന്. അല്ല, നാളെ വൈകുന്നേരം ഇവർക്ക് ഡ്രോയിങ് ക്ലാസ്. പിന്നെ എവളിനി വരച്ച് രാജാരവിവർമ്മയുടെ കൊച്ചുമോളാവാൻ പോവല്ലേ? അതെ, നാളെ ഡ്രോയിങ് ക്ലാസ്സിന് പോകണ്ട. അത് തന്നെയല്ലാന്ന് അവര് അമ്പിളിച്ചേട്ടനും അവളും അവിടെ ഉണ്ടാവൂല. അപ്പൊ ഇവിടുന്ന് 2 വീട്ടുകാരും ഇത് ആരും ഇല്ലാതെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങി? അവര് നാളെ പുറത്ത് പോകണം. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മളും പുറത്ത് പോകണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പോണ് അവരോട് ഇവിടെ വീട്ടിൽ കാണാൻ പറഞ്ഞാൽ അവർ കാണുമോ? ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? നാളെ തന്നെ പോകണം. നാളെ നമ്മൾ സിനിമയ്ക്ക് പോകുന്നു, നൂൺ ഷോ കാണുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് സാവകാശം നമ്മൾ വരുന്നു. ഞാൻ ആഗ്രഹിക്കുക, എന്നിട്ട് പിന്നെ അത് അവസാനം എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ കർത്താവിനാണ് സത്യം. നാളെ നമ്മൾ സിനിമയ്ക്ക് പോയിരിക്കും, ബിരിയാണിയും കഴിച്ചിരിക്കും. പ്രശ്നം തീർന്നല്ല. നമുക്ക് 11:15 സിനിമ. നമുക്കൊരു 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാന്നേ. എന്നാ ശരി. അല്ലേ? ഞാൻ ഒരു കോളൊന്ന് വിളിച്ചോട്ടെ. നടരാജ, നീ എവിടെ ഉണ്ട്? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നൊന്ന് കാണണം. കാര്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. എവിടെ ഉണ്ട്? ഹലോ നടരാജ പറയ്. ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോവാ. നൂൺ ഷോ. ഇപ്പം ഇറങ്ങും. ഏതാണ്ട് ഇറങ്ങാറായി. ഒരു 5 മിനിറ്റിനകത്ത് ഞങ്ങൾ ഇവിടുന്ന് പോവും. എന്താ വിളിച്ചേ? മീറ്റിങ്ങോ? ഇല്ല, ഇന്ന് മീറ്റിങ്ങിനൊന്നും ഞാൻ വരണില്ല.
ഞാൻ ഇല്ലാതെ എന്തത് മീറ്റിംഗ് കൂടിക്കോ? ഞങ്ങൾ കുടുംബമായിട്ട് ഒരു സിനിമ കാണാൻ പോവാണല്ലേ നടരായ. അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ. ആ ഇറങ്ങാൻ പോവാ. ഓ ആ ആയിക്കോട്ടെ. ആ ശരി എന്നാ. ഇല്ല ഞാൻ മീറ്റിങ്ങിന് വരില്ല. ഓക്കെ. നടരാജൻ വിളിക്കുക. ഇന്നൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് കുടുംബമൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചിലവഴിക്കണം, അതാണ് എൻ്റെ സന്തോഷമൊന്നും. പിന്നല്ലാതെ നമ്മളെന്തിനാ പിന്നെ ജീവിക്കണല്ലേ? ഇന്നും പോവായിരിക്കുന്നു. ഓ നീ സുന്ദരി, നീ ഒരുങ്ങി നോക്കട്ടെ എവിടെ മാല എന്തി? അയ്യോ മാല അതാ വേണ്ട. കളഞ്ഞു? പെട്ടെന്നാകട്ടെ, അതെ സമയം വേണ്ട. ഞാൻ അവക്ക് ഇച്ചിരി കുടിക്കാനും ഒരു 2 ബിസ്ക്കറ്റും ഇട്ടു. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ മുതലുള്ള നീ അതായതാന്ന് പറയും. എന്റെ ഫോണും കൂടി പിടിച്ചു. കേക്കില്ലേ? ഒരു കഷ്ണം കേക്കിന് 2 ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ എടുത്തിട്ടുണ്ട്. ഇന്റർവെല്ലിൽ ഞാൻ പുറത്തിറങ്ങി കടയിൽ ഒന്നും വാങ്ങില്ല. എടുത്തല്ലോ. താക്കോലോ ഐസ്ക്രീം ഒക്കെ മേടിക്കാനൊന്നും പറ്റില്ല. അത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഇതിന് രണ്ടാളും കൂടെ ഇവിടെ തള്ളണേ. ഞാൻ അടയ്ക്കുമല്ലോ. ഞാനല്ലേ എപ്പോഴും പൂട്ടണേ. താക്കോൽ എൻ്റെ ഉണ്ട്. ഇങ്ങോട്ട് മാറിയുന്നേ. പിന്നെ നിങ്ങൾ മത്സരിക്കണേ. ഇവിടെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് സ്ഥിരം ഒരാളല്ലേ ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനാണല്ലേ പൂട്ടുന്നേ. നിന്റെ സാരിയിൽ കയറി ചവിട്ടല്ലേ ക്ലീറ്റോ? ഈ സാരി തറയിട്ട് ഇടയ്ക്കണതിനാണ്. വെള്ളം മരുവല്ലോ കാണോ താക്കോലോട് വയ്ക്കണത്? നീ ഇന്നലെ പറയല്ലേ എല്ലാ ദിവസം മണ്ണിട്ടിട്ടാ പോണേ ഇവിടെ പോകുമ്പോ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്റെ അമ്മയ്ക്ക് പിന്നെ വരട്ടെ. അമ്മ ഇതെന്താ ഒരു ചോദ്യം പറച്ചിലൊന്നും ഇല്ലാതെ വന്നേ? അമ്മ ഇതെന്താ വിളിയും പറച്ചിലൊന്നും ഇല്ലാതെ ഇങ്ങ് പോന്നേ? ഞാനിങ്ങോട്ട് പോന്ന്. എന്തോന്നാടി ഞാൻ ചെയ്യേണ്ടി? അല്ല അമ്മ ബാഗൊക്കെ ആയിട്ട് ഞാൻ കുറെ നാൾ ഇവിടെ നിന്നിട്ടേ പോന്നോളൂ. നല്ലതാ. ഞങ്ങളിപ്പോ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. സിനിമയ്ക്ക് പോകാൻ പോണമ്മ. എന്നാ നിങ്ങൾ പോയിട്ട് വരും. എനിക്ക് വന്ന ക്ഷീണം, ഞാനൊന്ന് കയറി കിടക്കാം. അമ്മ അല്ലെങ്കിൽ ഈ സിനിമ അമ്മ കാണേണ്ട സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് ഏതാണ്ട് നമ്മളെ കഥയാണ്. അതിനകത്ത് അമ്മയെ പോലെ ഒരു അമ്മയുണ്ടമ്മ. വാമ്മ. അതെ, നമുക്ക് ഇന്ന് തന്നെ പോകണം. എന്താ നിർബന്ധം? നാളെ മറ്റന്നാളെ പോയാൽ സിനിമ ഇന്നൂടെ ഉള്ളൂ. നാളെ അത് മാറി വേറെ സിനിമ വരും. നല്ല സിനിമയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനിത് എടുത്തു വെച്ചിട്ട് വരാം. എന്നാ പോയിട്ട് വാ. താക്കോല് ഇവിടെ, താക്കോല് അവിടെ ഉണ്ട്. വരുമ്പോ അവക്ക് ബിരിയാണി വെച്ച് കൊടുക്കണോ? ബിരിയാണി നമ്മൾ കഴിച്ചിട്ടേ വരുള്ളൂ. തിരക്കില്ലല്ലോ, നമുക്ക് തിയേറ്ററിലാക്കി തരണം. ഓ അവർക്കൊക്കെ സുഖമായിട്ട് തിയേറ്ററിൽ തന്നെ അങ്ങ് പോവാം. ആക്കി തരും. സംസാരിച്ചു അമ്മ. പിന്നെ അളി എന്ത് പറയണ ഇവിടെ? കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് പോകുന്നു, സുഖമായിട്ടൊക്കെ. സന്തോഷമാണല്ലേ? ഓ നമ്മള് കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അവന് പ്രശ്നം. പിന്നെ ഇന്ന് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? നിനക്കത് ഇഷ്ടമായോണ്ടല്ലേ? താക്കോൽ എന്തൊരു കയ്യിലെടുത്തേ? അല്ല എന്നാലും ഇത് അവിടെ കൊണ്ട് തിയേറ്ററിൽ അവിടെ എവിടെയെങ്കിലും വീണാലേ അത് പാടില്ല. അവിടെ എവിടെയെങ്കിലും മിസ്സായാൽ പോയി. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടെന്ന് സമാധാനം ഉണ്ടല്ലോ. കറിയോ മക്കളെ അങ്ങോട്ട് വാ. പെട്ടെന്ന് വാ. ടിക്കറ്റ് കിട്ടും. അമ്മയ്ക്കും കൂടി ടിക്കറ്റ് എടുക്കണം. അമ്മ ഓട്ടോ എവിടെ നിന്ന് വിളിച്ച്? അയ്യോ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്തെങ്കിലും ബിസ്ക്കറ്റും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, അതൊക്കെ മതി. ക്ലീറ്റോ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ കഥയാന്ന് പറഞ്ഞിട്ട്? എന്താ നമ്മുടെ കഥ തന്നെയല്ലോ. ഇത് നല്ല അന്തസ്സായിട്ട് കുടുംബം നോക്കാനുള്ള കഥയായിരുന്നല്ലോ. അതിപ്പോ ഈ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സിനിമയിലാകുമ്പോ എന്തുവാണ് ആക്കാമല്ലോ കഥ, അല്ലേ? അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ? ഓ ഞാൻ സത്യം പറയാല്ലേ, സിനിമ കാണണമെന്ന് മോഹിച്ച് തന്നെ വന്നത്. യാത്രാക്ഷീണം കൊണ്ട് AC കണ്ടപ്പോഴുണ്ടല്ലോ, അത് തട്ടിയത് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അയ്യോ വാതിൽ തുറന്നു നടക്കാം. ഊട്ടിയിലായിരുന്നു തങ്കമ്പി.
ഈ പൂട്ടേ പിന്നെ എങ്ങനെ തുറന്നു നടക്കും? ഞാൻ പൂട്ടിയിട്ടല്ലേ താക്കോല് ക്ലീറ്റോന്റെ കൈ കൊണ്ട് തന്നത്. താക്കോല് ഞാൻ ചെടിച്ചട്ടിട്ട് ഇവിടെ വെച്ചല്ലേ? ചേടാ താക്കോല് അയ്യോ അയ്യോ ദേ അമ്മയുടെ ബാഗൊക്കെ താഴെ കിടക്കണു. ഇത് ഞാൻ ഇവിടെ വെച്ചത്. ആ വല്ല പൂച്ചയെ പട്ടിയെ കയറിയിട്ടുണ്ടോ? വാതിൽ പൂട്ടിയില്ല. പിന്നെ പട്ടി കയറിയിട്ട് ബാഗ് കെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ കള്ളന്മാർ വല്ലതും കയറിയിട്ടുണ്ടോ? അങ്ങോട്ട് ചെന്ന് അലമാരി ഒന്ന് തുറന്ന് നോക്കണേ. ആ അല്ല വിഷമിക്കണ്ടേ, ഇവിടെ ഇപ്പൊ കൊണ്ടുപോകൊന്നും ഇല്ലല്ലോ. എന്നാലും അത് അയ്യോ ക്ലീറ്റോ എന്തേ? എന്റെ അലമാരി മുഴുവൻ വാരി വലിച്ച് സർവത്ര നാശാക്കിയിട്ടേക്കണു. അയ്യോ എല്ലാം തറയിട്ട് ഇതെന്താ ഇത്? സാരിയൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ അപ്പൊ കള്ളൻ ചമ്മി പോയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എന്തോ കൊണ്ടുപോകാം. ഒന്നും ഇല്ലല്ലോ നമ്മളെ വീട്ടിൽ. ഇവിടെ എന്തോ നിങ്ങളെ വേണം വയ്ക്കാൻ. എന്റെ സമ്പാദ്യം ഒന്നും ഇവിടെ ഇരിപ്പില്ല. എനിക്ക് ടെൻഷൻ ഇല്ല. നമ്മുടെ ഫോൺ എവിടെ? പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചേ. അതിന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ എന്തെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ? ഞാൻ അതാ പറഞ്ഞത്. നീ എന്തെങ്കിലും ഇവിടെ പൈസയോ സമ്പാദ്യം ഒന്നും വെച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? പോലീസിനെ വിളിച്ച് പറഞ്ഞ പോലീസിനെ അവരെ ഓടങ്ങോട്ട്. നടരാജാ, നീ എന്തെടുക്കുന്നു ഇവിടെ? നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചേട്ടല്ലേ? എങ്ങനെ അതിനകത്ത് വന്നു? പട്ടി വെള്ളം അടിച്ച് ഫിറ്റായിട്ട് നീ ഒന്നും പറയണ്ട. അവൻ ബോധമില്ലാതെ ഇത് ക്ലീറ്റോന്റെ പാർട്ടിക്കാരനാണോ? ഇയാൾ എന്തിനാ നമ്മുടെ വീടിന്റെ അകത്ത് കയറി? അത് നാളെ ബോധം തെളിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. നടരാജ നടരാജനാണോ അലമാരി തുറന്ന് സാരിയൊക്കെ പുറത്തിട്ടിട്ടത്? നിനക്ക് നിന്റെ ഭാര്യക്ക് സാരി നീ വാങ്ങിച്ചു കൊടുക്കണം. അല്ല എന്റെ ഭാര്യയുടെ സാരി കെട്ടോണ്ട് പോകുന്നല്ലടാ. അടിച്ചു അവൻ ബോധമില്ല തങ്കം. വെറുതെ ഒന്നും പറയിപ്പിച്ചിട്ട് കാര്യമില്ല. സാറ് പറഞ്ഞ പോലെ അലമാരക്കകത്ത് ഞാൻ അരിച്ചു പറച്ച് നോക്കി. പൈസയുമില്ല, ഒരു കുന്തവുമില്ല. അത് കൂടെ കിട്ടിയത് ഈ സാധന. പിന്നെ ഇവിടെ വന്ന് ആംബ്ലറ്റ് ഉണ്ടാക്കി ഇവിടെ ഏത് സാറാ പറഞ്ഞത്? കള്ളം പറഞ്ഞ അടിച്ച് പറഞ്ഞത്. പൈസ വേണോ? പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണേ? പൈസ ഞാൻ ഇപ്പൊ എടുത്തു തരാം കേട്ടോ. ഇപ്പൊ തരാം. എങ്ങനെ തോന്നി ഇതൊക്കെ? വല്ലവനെയൊക്കെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റാവോ? പൈസ ഇതിനകത്തുണ്ട്. ക്ലീറ്റോ, ഇതേ ഞാൻ നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ച് ഉറുമ്പ് അരിമണി കൂട്ടി വെക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയതാ. ഇത് ഇവിടെ ഇട്ടിട്ട് പോവാൻ എനിക്ക് കുറച്ച് ദണ്ണം ഉണ്ടാവും. ഞാൻ എന്താ പൊട്ടിയാന്നാ നിങ്ങളുടെ വിചാരിച്ചേ? പൈസ നമ്മുടെ കൂടെ സിനിമ കാണാനുണ്ടായിരുന്നു. പോലീസിനെ വിളിക്കുകയാണ് വേണ്ടത്. പക്ഷെ പല്ലിക്കുത്തി എന്തിനാ നാറ്റുന്നത്? ഇപ്പോഴത്തേക്ക് വെറുതെ വിട്ടിരിക്കുന്നത്. എല്ലാരും നാറും. അതുകൊണ്ട് വീട്ടിൽ കയറി മോഷ്ടിക്കാനും തുടങ്ങി. കടക്കടി ഇവിടെ. തോൽവി Alien versus Alien.